ഒഴിച്ച് ഉലുവ ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കിന് നമ്മൾ കടുകിട്ട് കൊടുക്കുന്നുണ്ട്. കടുകൊന്ന് മൂത്ത് കഴിയുമ്പോഴത്തേക്കിന് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കിന് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് മൂക്കട്ടെ. ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലപോലെ നമ്മൾ ഇളക്കുവാണ്. കറിവേപ്പിലയിട്ട് ഇളക്കുന്നുണ്ട്. കറിവേപ്പിലയിട്ട് നമ്മൾ കാശ്മീരി ചില്ലി ഒരു 5 സ്പൂൺ എടുത്തിട്ടുണ്ട്. എരിവുള്ള മുളക് പൊടി നമ്മളൊരു 3 സ്പൂണും എടുത്ത് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുന്നുണ്ട്. ഒരു പച്ചമണം മാറുന്നിട വരെ ഇളക്കിയതിന് ശേഷം നമ്മൾ പുളി ഉപ്പും ഇട്ട് നമ്മൾ തിളപ്പിച്ച കുടംപുളിയാണ് വെള്ളം. അതിൻ്റെ വെള്ളവും പുളിയും കൂടെ നമ്മൾ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലപോലെ തിളച്ചതിന് ശേഷം മീൻ കഷ്ണങ്ങളിട്ട് നമ്മൾ നല്ലപോലെ അടച്ച് വെച്ച് വേവിക്കുന്നുണ്ട്. ഒരു 1.5 മണിക്കൂറിന് ശേഷം വേവിച്ച് പറ്റിച്ചെടുക്കുന്നുണ്ട്. അത് മീനൊന്ന് കുറുകി വന്നതിന് ശേഷം നമ്മൾ 1 സ്പൂൺ വെളിച്ചെണ്ണ ചുറ്റിനൊഴിച്ച് ഇട്ടിറക്കുന്നുണ്ട്. അപ്പം സിമ്പിളായിട്ടുള്ള നമ്മുടെ മീൻ കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം.